ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയെ ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വിഷ്ണു വന്നിരിക്കുന്നു. എന്നാൽ ഇതേ സമയം പപ്പിയും വീട് വിട്ടു പോയിരിക്കുന്നു, രാഘവനും വീട് വിട്ടു പോയിരിക്കുന്നു. പപ്പിയെ രണ്ടുപേര് കാണുന്നുണ്ട്. ദേ നോക്കിയടാ, ആരും കൂടെ ഇല്ലെന്നാ തോന്നുന്നത് എന്ന് ഒരാൾ മറ്റൊരാളോട് പറയുന്നു. ഇതേ സമയം ശ്യാമ ഉറക്കത്തിൽ നിന്ന് അരികിൽ കിടക്കുന്ന പപ്പി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ പപ്പി അരികിലില്ല എന്നുള്ള കാര്യം മനസ്സിലാകുന്നു. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ശ്യാമ. പപ്പിയെ അവിടെയെല്ലാം വിളിക്കുന്നുണ്ട്. പപ്പിയെ അവിടെ എങ്ങും കാണുന്നില്ല. അടുത്ത റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിൽ കിടന്നുറങ്ങുകയാണ് രോഹിത്. രോഹിത്തിനെ വിളിച്ചിട്ട് ഉണർത്താൻ ശ്രമിക്കുന്നു. പപ്പിമോളെ കാണാനില്ലെന്ന് പറയുമ്പോൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല രോഹിത്. പപ്പിമോളെ എന്ന് വിളിച്ച് വീണ്ടും എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണ്. അവിടെയൊക്കെ നോക്കുകയാണ് ശ്യാമ. ഈ സമയത്ത് പപ്പിയുടെ മുന്നിലേക്ക് ആ രണ്ടുപേരും വന്നു. അവരെ കണ്ടപാടെ പപ്പി ഒന്ന് ഭയന്നു. അവരുടെ ഇടയിൽ നിന്നും പപ്പി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും പിന്നാലെ ഓടുകയാണ്. തുടർന്ന് ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. ശ്യാമ വളരെ പെട്ടെന്ന് ധൃതിയോടെ തന്നെ ശാരദാമ്മയെ ഫോൺ ചെയ്യുന്നു. എന്നാൽ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ശാരദാമ്മ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും വിളിക്കുന്നു. ഇതാരായി രാത്രിയിലെ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ആ ഫോൺ എടുക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് ഇട്ടു എന്ന് മനസ്സിലാക്കിയ വിഷ്ണു പറയുന്നു, ശാലിനി, ശാരദാമ്മ എഴുന്നേറ്റു എന്ന് തോന്നുന്നത്, ഞാൻ ഇനി നിൽക്കുന്നില്ല. വിഷ്ണു ഏട്ടാ, സൂക്ഷിച്ചു പോണേ എന്ന് ശാലിനി. താൻ ടെൻഷനാകണ്ട, എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ആരുടെയും മുന്നിൽ ചെന്ന് പെടില്ല എന്ന് പറഞ്ഞ് ശാലിനിയിട്ട് യാത്ര പറഞ്ഞിട്ട് കരയില്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു. വിഷ്ണു പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശാലിനി. ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു വിഷ്ണു. ഇതേ സമയം ശ്യാമ ശാരദാമ്മയെ വിളിച്ച് പപ്പി പോയ കാര്യം പറയുന്നുണ്ട്. ടെൻഷനോടെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? പപ്പിയെ കാണുന്നില്ലെന്നോ? ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പപ്പി എൻ്റെ അടുത്തില്ലമ്മേ. ഈ വീട്ടിലെല്ലായിടത്തും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല അമ്മേ. ഞാൻ എന്ത് ചെയ്യും? രോഹിത്താണെങ്കിൽ വിളിച്ചിട്ട് എണീക്കുന്നതുമില്ല എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട്. മോളെ, ഈ രാത്രിയിലെ പിന്നെ കുഞ്ഞ് എവിടെ പോകാനാ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നു. കാര്യമന്വേഷിച്ച് ശാലിനി ശാരദാമ്മയുടെ അരികിലെത്തി. പപ്പിമോളെ അവിടെ കാണാനില്ലെന്ന് ടെൻഷനോടെ ശാലിനി ചോദിക്കുന്നു. കാണാനില്ലെന്നോ? എന്നിട്ട് ഫോൺ വാങ്ങിച്ച് സംസാരിക്കുകയാണ് ശാലിനി. എന്താ ഉണ്ടായത്? പപ്പി നിന്റെ കൂടെ ഇല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു, ഇല്ല കുഞ്ഞേച്ചി, ഇവിടെ ഒരിടത്തും ഇല്ല. പപ്പിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇനി അങ്ങോട്ടെങ്ങാനും? ശാലിനി പറയുന്നു, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. അവൾ എവിടെയും പോയിട്ടുണ്ടാകില്ല, പുറത്തിറങ്ങിയിട്ടേ ഉണ്ടാകൂ. നീ എന്തായാലും അവിടേക്ക് ഒന്ന് നോക്ക്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാമെന്ന് ശാലിനി. എന്നാലും ശ്യാമ പപ്പി പപ്പി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുന്നുണ്ട്. ശാലിനി പപ്പി അന്വേഷിച്ചു പോകുന്നു. പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാരദാമ്മ. ഇതേ സമയം പപ്പിയെ കാണിക്കുന്നുണ്ട്. പപ്പി ആ റോഡിൽ കൂടി ഇങ്ങനെ ഓടുന്നു. ആ രണ്ടുപേർ പിറകെ ഓടുന്നുണ്ട്. ഇടയ്ക്ക് രാഘവനെയും കാണിക്കുന്നു. രാഘവൻ നടന്ന് ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട്. ആ സമയത്താണ് പപ്പി അതിലേക്കൂടെ ഓടി വന്നത്. അച്ചച്ചനെ കണ്ടപാടെ അച്ചച്ച എന്ന് പറഞ്ഞ് ഓടി പപ്പി രാഘവനടുത്തേക്ക് വരുന്നു. അച്ചച്ച എന്ന് പറഞ്ഞ് രാഘവനടുത്തെത്തി. ദേ അവരെന്ന് പറയുന്നു. പപ്പിമോളെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു. ആ രണ്ടുപേരും ഈ കുട്ടിയെ കാണുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ എത്തി. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം, ഇല്ലെങ്കിൽ ദേ അവരെന്നെ പിടിക്കും എന്നൊക്കെ പപ്പി പറയുന്നു. മോളാ ചേട്ടാ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയതാ എന്ന് അവര് രാഘവനോട് പറയുന്നുണ്ട്. എന്നിട്ട് പപ്പിയെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രാഘവൻ എഴുന്നേറ്റ് പാടെ അവർക്കൊന്നിട്ട് കൊടുത്തു. എടാ, എന്നെ പിടിക്കാതെ ആ കൊച്ചിനെ പിടിക്കാൻ കൂടെ വന്ന അയാളോട് പറയുന്നുണ്ട്. അവർ പപ്പിയെ പിടിക്കാൻ തുടങ്ങുമ്പോൾ രാഘവൻ അവരെ ഉപദ്രവിക്കുകയാണ്. രാഘവന് അടിക്കാനൊന്നും വയ്യ, എന്നാലും പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പപ്പിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. ഇതേ സമയം ശാലിനിയെ കാണിക്കുന്നു. ശാലിനി പപ്പിയുടെ ഫോട്ടോ കാണിച്ച് വഴിയോരത്തുള്ള ഓരോ കടകളിലും ചോദിക്കുകയാണ് ഈ കുട്ടിയെ കണ്ടോ എന്ന്. എന്നാൽ അവരൊന്നും കണ്ടില്ലെന്നാണ് മറുപടി പറയുന്നത്. രോഹിത്തിനെ എങ്ങനെയെങ്കിലും വിളിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് ശ്യാമയും. രോഹിത്താണെങ്കിൽ മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അനങ്ങുന്നതുമില്ല. നമ്മുടെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ, ഏത് മോള്? എനിക്ക് അങ്ങനെ ഒരു മോളില്ല, ചുമ്മാതിരിക്കടി, അവൾ അവിടെ എങ്കിലും കാണും എന്നാണ് രോഹിത്തിന്റെ മറുപടി. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് എൻ്റെ മോളെ വേണം. ഞാൻ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ശ്യാമയും ഇറങ്ങുന്നു. ഇതേ സമയം രാഘവനിൽ നിന്നും പപ്പിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു അവർ. അവിടേക്ക് വന്ന വിഷ്ണു ആ കാഴ്ച കണ്ടു. പെട്ടെന്ന് വിഷ്ണു അവിടെ എത്തി. അവന്മാരെ അടിച്ചിടുകയാണ് വിഷ്ണു. വിഷ്ണുവിനെ കണ്ടപ്പോഴാണ് പപ്പിക്ക് സമാധാനമാകുന്നത്. അച്ഛനെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു. ഞാനെന്താ ഇവിടെ എന്ന് രാഘവൻ ചോദിക്കുന്നു. ഇതേ സമയം ആ വന്നവർ പറയുന്നു, മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ സാറേ എന്ന്. കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് വിഷ്ണു അവരെ അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് വിഷ്ണു മറഞ്ഞു നിൽക്കുകയാണ്. മോളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്നു. ആ സമയത്ത് തന്നെ പോലീസും അവിടെ എത്തി. സാറേ, ഇതേ ഇവന്മാരെ എന്നെയും എൻ്റെ കൊച്ചുമോളെ ഉപദ്രവിക്കുകയാണ് എന്ന് കരഞ്ഞുകൊണ്ട് രാഘവൻ അവരോട് പറയുന്നുണ്ട്. അയ്യോ സാറേ, ഞങ്ങൾ ഇതുവഴി പോവുമായിരുന്നു എന്നവർ പറയുമ്പോൾ, ഇല്ല,
എന്റെ കൊച്ചിനെ ഇവർ ഉപദ്രവിച്ചു എന്നൊക്കെ രാഘവൻ അവരോട് പറയുന്നു. അങ്ങനെ ആ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് മകൻ എവിടെ എന്ന് ചോദിക്കുകയാണ് പോലീസ്. അവൻ ഇവിടെ എവിടെയോ എന്ന് രാഘവൻ പറയുന്നു. ടെൻഷനോടെ വിഷ്ണു നിൽക്കുന്നു. ഇതേസമയം ശാലിനി ഒരു ഓട്ടോയിൽ പപ്പി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ശ്യാമയും കാണിക്കുന്നു. ശ്യാമ പോകുന്നത് ശാലിനി കാണുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്തി ശ്യാമയുടെ അരികിലേക്ക് ശാലിനി ഓടിപ്പോകുന്നു. കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ. നീ വന്ന് വണ്ടി കയറി നമുക്ക് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഓട്ടോയിലേക്ക് കയറിയിരിക്കുന്നു. ഉറങ്ങുന്നത് വരെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയതാണ് കുഞ്ഞേച്ചി. പിന്നെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്നാൻ എന്ന് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു. പേടിച്ച് വല്ല വരാന്തയിലും കയറി ഇരിപ്പുണ്ടാവും. നീ പേടിക്കേണ്ട, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ശ്യാമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും കരയുകയാണ് ശ്യാമ. മോളെ കാണാനില്ല എന്ന വിവരം പറയാനായി ഞാൻ രോഹിത്തിനെ എങ്ങനെയൊക്കെ വിളിച്ചെന്നറിയാമോ? പക്ഷേ രോഹിത്ത് എഴുന്നേറ്റില്ല. രോഹിത്തിന് ഇപ്പോൾ മദ്യം മതിയല്ലോ, ഞങ്ങളെ ആരെയും വേണ്ടെന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു. ഇത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അവനിൽ നിന്ന്? ദേവു ഉണ്ട് അവൾക്ക് കൂട്ടായിട്ട്, ഒന്നും സംഭവിക്കില്ല. അവൾ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാവും എന്ന് ശാലിനി പറയുന്നു. പോകേണ്ട സ്ഥലമൊക്കെ ശാലിനി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മ ശാലിനി ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് കാര്യം അറിയാനായിട്ട്. കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഞങ്ങളിതേ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ശ്യാമയും എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയുന്നു. പപ്പി അവിടെ എത്തുകയാണെങ്കിൽ ഒന്ന് വിളിക്കണേ എന്ന് പറയുന്നു. ഇത്രയും രാത്രിയായില്ലേ, ഇനി നിങ്ങൾ അന്വേഷിച്ചാൽ പോരാ, ഒന്ന് പോലീസ് സ്റ്റേഷനിലും കൂടി അറിയിച്ചേക്കെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഒന്നുകൂടി നോക്കിയിട്ടെന്ന് പറയുമ്പോൾ വേണ്ട, ഇനി നമ്മൾ പോലീസിൽ വിവരം അറിയിക്കാത്തത് കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കും. പിന്നീട് എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടാകില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് വിവരം അറിയിക്കുക, അവരും കൂടി അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടണം. ഇനി നിങ്ങൾ എന്നെ വിളിക്കുന്നത് പപ്പിമോളെ കിട്ടിയെന്ന് പറയാനായിരിക്കണം കേട്ടോ എന്ന് ശാരദാമ്മ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ശാലിനി. തുടർന്ന് സത്യഭാമയെ കാണിക്കുന്നു. രാഘവൻ അവിടെ എത്തി. ഭാമേ എന്ന് പറഞ്ഞ് സത്യഭാമയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുകയാണ് രാഘവൻ. വളരെ സന്തോഷത്തോടെ ദേ ഒന്ന് എഴുന്നേറ്റേ, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു, ഉറക്കത്തിനിടയിൽ തന്നെ പറയുന്നു, ആരാ, അതും ഈ രാത്രിയിൽ? രാഘവേട്ട പിച്ചുമേയും പറയാതെ രാഘവേട്ടൻ കിടന്നുറങ്ങാൻ നോക്ക്. സത്യ പറയുന്നത്, നീ ഒന്ന് എഴുന്നേറ്റേ എന്ന് രാഘവൻ പറയുന്നു. ദേ ഞാൻ കാണിച്ചു തരാം, ഒന്ന് വന്നേ, എഴുന്നേറ്റ് വന്നേ എന്ന് പറഞ്ഞ് രാഘവൻ ഭാമയെ വിളിച്ചുണർത്തുകയാണ്. നിർബന്ധിച്ച് വിളിച്ചുണർത്തുന്നു. അങ്ങോട്ട് നോക്കാൻ പറയുന്നു. പപ്പി മുന്നിൽ നിൽക്കുന്നുണ്ട്. പപ്പിയെ കണ്ട് സത്യഭാമ ഒന്ന് ഞെട്ടി. പപ്പിമോളല്ലേ ഇത്? മോളങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു. രാഘവേട്ട, മോളെ ഇതാരാ പോയി വിളിച്ചോണ്ട് വന്നത് എന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. മോളെ എങ്ങനെ ഇവിടെ എത്തി? മോളെ ആരെയാ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെന്ന് രാഘവൻ. നിങ്ങളിപ്പോ പപ്പിയെ വിളിക്കാൻ പോയോ എന്ന് ഭാമ ചോദിക്കുന്നു. രാഘവേട്ട ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ പപ്പി വിളിക്കാൻ പോയോ എന്ന് ഒന്നും മനസ്സിലാകാതെ ഭാമ ചോദിക്കുന്നുണ്ട്. എന്താ നടന്നതെന്ന് പോലും രാഘവൻ അറിയില്ല. ഒന്നും ഓർമ്മയില്ല രാഘവന് എന്താ നടന്നതെന്ന്. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ശ്യാമയും ശാലിനിയും എത്തി. പോലീസ് നല്ല ഉറക്കത്തിലായിരുന്നു. ഒന്ന് എഴുന്നേക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ എന്ന് പറയുകയാണ് പോലീസ്. ജില്ലാ കളക്ടർ എന്ന് പറയുമെന്ന് ശാലിനി പറഞ്ഞ പാടെ അദ്ദേഹം എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നുണ്ട്. സി ഇല്ലേ എന്ന് ചോദിക്കുന്നു. മേഡം ഇരിക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ ആളറിയാതെ ഒന്ന് മനസ്സിൽ വെക്കേണ്ട എന്ന് പറയുന്നു. ഞങ്ങളുടെ മോളെ എന്ന് ശാലിനി പറയുമ്പോൾ തന്നെ സിയും ടീമും അവിടെ എത്തുന്നുണ്ട്. ആ പിടിച്ച രണ്ടുപേരെ അവർ അവിടേക്ക് കൊണ്ടുവന്നു. മേഡം ഈ രാത്രിയിൽ എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നു, അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്, എല്ലായിടത്തും അന്വേഷിച്ചു. ഇത് കേട്ട് അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ ആ കുട്ടി ആയിരിക്കുമോ നമ്മൾ മുത്തശ്ശനോടൊപ്പം പറഞ്ഞു വിട്ടത്? രാഘവൻ നായർ എന്ന് പറയുന്ന ആളോടൊപ്പമാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. പക്ഷേ അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ എന്ന് ശ്യാമ ചോദിക്കുകയാണ്. കുട്ടിയുടെ കയ്യിൽ ഫോട്ടോ ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. ശാലിനി പപ്പിയുടെ ഫോട്ടോ കാണിക്കുന്നു. മേഡം ഈ കുട്ടി തന്നെയാണ്. രാത്രി ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാര് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ മോളെന്ന് ശ്യാമ ടെൻഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, മുത്തശ്ശനോടൊപ്പം സുരക്ഷിതമായി വീട്ടിലെത്തിയിട്ടുണ്ട്. രണ്ടുപേരും ആശ്വാസത്തോടെ നിൽക്കുന്നു. നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ രാഘവന്റെ ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത്. അതെ, ഇത് തന്നെ രാഘവൻ നായർ എന്ന് സിയെയും പറയുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാമെന്ന് ശാലിനി. അല്ല മേഡം, അപ്പോൾ ഇവന്മാരെ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവരെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേഷ്യത്തോടെ ശാലിനി രണ്ടുപേരെയും നോക്കുന്നു. ഇവരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാൻ വിളിച്ച് പറയാം, ഇവരെ അങ്ങനെ വെറുതെ വിടാൻ സാധിക്കില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ നട റോഡിൽ പെട്ടുപോകുന്നവരെ സുരക്ഷിതത്വം ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ഓട്ടോറിക്ഷ തന്നെയാണ്. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്, മനസ്സിൽ നന്മയാണ്. എന്നാലേ തനിക്ക് ഈ രാത്രിയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കൂ എന്ന ഒരു വിശ്വാസം വരൂ. അതിനു വേണ്ടത് സ്വഭാവ ഗുണമുള്ള ഒരു ഓട്ടോ ഡ്രൈവറെയാണ്, അല്ലാതെ ഇതുപോലെ സ്ട്രീറ്റ് റൗഡികളെയല്ല. ഇവരുടെ കാര്യം നാളെ തീരുമാനിക്കാമെന്നും ശാലിനി പറയുന്നു. എൻ്റെ കൊച്ചിൻ്റെ കൈ തണ്ടയിൽ പോലും നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിൽ അകത്താണെന്ന് ശാലിനി അവരോട് പറഞ്ഞു. ഇത് പറയുന്നത് ശാലിനിയാണ്.
ഇത് കേൾക്കുമ്പോൾ തന്നെ രണ്ടുപേരും ഒന്ന് ഭയന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.